പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ റോസൊക്കെ ഇതുപോലെ പൂക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ വെട്ടിവിടണം. അത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല താഴ്ത്തി കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നിറച്ച് തിളിരുകൾ ഇതുപോലെ വരത്തുള്ളൂ. നിറച്ച് വരും തിളിരുകൾ. നമ്മൾ ബോഗൺവില്ല എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. റോസ് എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിറച്ച് നമുക്ക് തിളിരുകൾ കിട്ടും. അപ്പോൾ നമ്മളതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മൂടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പറ്റിയ വളമാണ് പറയുന്നത്. ഇപ്പോൾ ജൈവ വളമല്ല, കെമിക്കൽ വളമാണ്. അപ്പം കെമിക്കൽ വളം കിട്ടുന്ന ആൾക്കാർക്ക് ജൈവവളത്തിന് പകരം ഇതും ഉപയോഗിക്കാം. ഇത് നമ്മുടെ മിക്ക കടകളിലും കിട്ടും. വളക്കടയിലൊക്കെ കിട്ടുന്ന വളമാണ്. 18 വളമാണിത്. ഇതിൽ പൊട്ടാഷ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ 1 സ്പൂൺ കലർത്തിയിട്ട് കടലാസി അടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിറച്ച് പൂക്കൾ കിട്ടും. പൂക്കൾ കിട്ടാൻ നല്ലതാണ് 18 വളം. ഇത് കെമിക്കൽ വളം പരിചയപ്പെടുന്ന കൂടുതൽ നമ്മളിത് നിങ്ങൾക്ക് പരിചയപ്പെടുന്നതാണ്. ഇത് പച്ചക്കറിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ചെടികൾക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ഇതുപോലെ നമ്മൾ മുമ്പ് വെട്ടിവിട്ടതാണ്. ഇപ്പോൾ നിറച്ച് തെളിരുകൾ വന്നിട്ടുണ്ട്. അതിലാവശ്യമുള്ള മൊട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിറച്ചതാ. ഇത് നമ്മുടെ പുതിയ തെളിരിൽ നിന്ന് മാത്രമേ നമുക്ക് നല്ല മൊട്ടുകൾ കിട്ടത്തുള്ളൂ. നമുക്ക് നിറച്ച് മൊട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഔട്ട്സൈഡ് വയ്ക്കുന്ന നമ്മുടെ പച്ചക്കറി ഒഴിച്ചുള്ള ചെടികൾക്ക് വേണമെങ്കിൽ നമുക്കിതുപോലെ കെമിക്കൽ വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. മൂടൊക്കെ നല്ല വൃത്തി ഇളക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ വളം ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.